വെൽക്കം ബാക്ക് ടു ബീനാസ് ലേണിംഗ് ക്ലാസ്. 8ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിന്റെ 8ാമത്തെ ചാപ്റ്റർ കുഞ്ഞുങ്ങളെ ദേശീയ പ്രസ്ഥാനവും കേരളവും എന്ന് പറയുന്നത് കേട്ടോ. അതിനകത്തിലെ പിക്ചറുകളൊക്കെ നിങ്ങൾ കണ്ടായിരുന്നോ? അതിനകത്തിൽ ഏതാണ്ട് ഇങ്ങനെ ഒരു പിക്ചറൊക്കെ കൊടുത്തിട്ടുണ്ട് കണ്ടോ. എന്തുവാന്നൊക്കെ നമുക്ക് നോക്കാം. അതിനകത്തിൽ ഏതാണ്ട് ഒരു കളറായിട്ടൊരു ഫോട്ടോ കാണിക്കാം കുഞ്ഞുങ്ങളെ. കണ്ടേ, കളർ ഫോട്ടോ ഉണ്ടോ അതിൻ്റെ? ആ പടത്തിൻ്റെ നമ്മുടെ പുസ്തകത്തിൽ തന്ന ഫോട്ടോയുടെ കളർ ഫോട്ടോ എന്ന് കാണിച്ചതാണ് കേട്ടോ. അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ ചാപ്റ്ററിൻ്റെ പേരെന്താ കുഞ്ഞുങ്ങളെ? ദേശീയ പ്രസ്ഥാനവും കേരളവും. നമുക്ക് നോക്കാം. തിരുവനന്തപുരത്ത് പാങ്ങോടുള്ള സൈനിക ക്യാമ്പിൽ സ്ഥാപിച്ചിരിക്കുന്ന ഒരു ധീരയോദ്ധാവിൻ്റെ പ്രതിമയാണ് ചിത്രം 8.1 നൽകിയിരിക്കുന്നത്. ഞാനിപ്പോൾ കാണിച്ചില്ലേ, അത് തന്നെ കേട്ടോ. 1741 എന്നാ നോക്കണേ കുഞ്ഞുങ്ങളെ. ഈ ഡേറ്റ് ഒക്കെ ഒന്ന് ഓർത്ത് വെച്ചേക്കണേ. 1741 കുളച്ചലിൽ വെച്ച് തിരുവിതാംകൂർ സേന ഡച്ചുകാരെ പരാജയപ്പെടുത്തിയതിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് ഇത് തിരുവനന്തപുരത്ത് സ്ഥാപിച്ചിട്ടുള്ളത് കേട്ടോടെ. എന്തിനാണ് ഈ പ്രതിമയെ അവിടെ സ്ഥാപിച്ചത്? 1741 കുളച്ചലിൽ വെച്ച്, നോക്കണേ കുഞ്ഞുങ്ങളെ, കുളച്ചലിൽ വെച്ച് തിരുവിതാംകൂർ സേന ഡച്ചുകാരെ പരാജയപ്പെടുത്തിയതിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ്. അതൊരു വൺ വേർഡായിട്ട് നമുക്ക് വേണേൽ എഴുതാം അല്ലേ. ഓർമ്മയ്ക്കായിട്ടാണ് ഇതവിടെ സ്ഥാപിച്ചിരിക്കുന്നത്. യൂറോപ്യരുടെ ഇന്ത്യയിലേക്കുള്ള യൂറോപ്യരുണ്ടല്ലോ, അവർ നമ്മുടെ ഇന്ത്യയിലേക്കുള്ള ആഗമനവും തദ്ദേശീയമായുള്ള ആദ്യകാല സംഘർഷങ്ങളും മുൻ അധ്യായത്തിൽ നാം ചർച്ച ചെയ്തല്ലോ എന്ന നമ്മൾ ഇന്ത്യയുടെ ദേശീയ പ്രസ്ഥാനം ഇന്ത്യയുടെ നമ്മൾ പഠിച്ചതാട്ടോ. ഇത് കേരളമാണ് കുഞ്ഞുങ്ങൾ കേട്ടോ. ഇപ്പം നമ്മൾ പഠിക്കുന്ന കേരളത്തിൻ്റെയാണ്. വ്യത്യസ്ത യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്ന് കച്ചവടത്തിനായി കേരളത്തിൽ എത്തിയവർ നാട്ടുരാജ്യങ്ങൾ പിടിച്ചെടുത്തിട്ട് രാഷ്ട്രീയ അധികാരം സ്ഥാപിക്കാനാണ് ശ്രമിച്ചത്. നോക്കണേ, പല യൂറോപ്പിലെ വ്യത്യസ്ത യൂറോപ്പിൻ്റെ വ്യത്യസ്ത യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നും കച്ചവടത്തിനായിട്ട് നമ്മുടെ കേരളത്തിൽ എത്തിയവർ നാട്ടുരാജ്യങ്ങൾ കേട്ടോ പിടിച്ചെടുത്തിട്ട് രാഷ്ട്രീയ അധികാരം സ്ഥാപിക്കാനാണ് അവർ ശ്രമിച്ചത്. കേരളത്തിൽ ആധിപത്യം ഉറപ്പിക്കാൻ യൂറോപ്യർക്കിടയിൽ നടന്ന മത്സരത്തിൽ മേൽക്കൈ ലഭിച്ചത് ബ്രിട്ടീഷുകാർക്കാണ്. ആർക്കാണ് അതിൽ മേൽക്കൈ ലഭിച്ചത്? ബ്രിട്ടീഷുകാർക്കാണ്. നോക്കണേ നിങ്ങൾ, നമ്മൾ ഈ പാഠം വായിക്കുക. അടുത്തതിനകത്ത് നമുക്ക് ക്വസ്റ്റ്യൻ ആൻസർ തരാം കേട്ടോ. യൂറോപ്യരുടെ ആഗമന കാലത്ത് കേരളത്തിൽ വിവിധ നാട്ടുരാജ്യങ്ങളുണ്ടായിരുന്നു. പിന്നീട് അത് മലബാർ പ്രദേശം ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ നേരിട്ടുള്ള ഭരണത്തിന് കീഴിലും കൊച്ചി, തിരുവിതാംകൂർ എന്നീ നാട്ടുരാജ്യങ്ങൾ ബ്രിട്ടീഷ് മേൽക്കോയ്മ അംഗീകരിച്ചുകൊണ്ടുള്ള രാജഭരണത്തിന് കീഴിലുമാണ് നിലനിന്നിരുന്നത്. കേരളത്തിൽ ആരൊക്കെയാണ് ബ്രിട്ടീഷുകാരോട് ആദ്യം പോരാടിയത്? നമ്മുടെ ക്വസ്റ്റ്യൻ ആൻസറിനകത്ത് വരുന്നത് അത് കേട്ടോ. കേരളത്തിൽ ആരൊക്കെയാണ് നമ്മുടെ ബ്രിട്ടീഷുകാരോട് ആദ്യം പോരാടിയത്? എന്തായിരുന്നു അതിനുള്ള കാരണങ്ങൾ? അതിൻ്റെ അനന്തര ഫലങ്ങൾ എന്തൊക്കെയായിരുന്നു എന്നൊക്കെ നമ്മുടെ ക്വസ്റ്റ്യൻ ആൻസറിലുണ്ട് കുഞ്ഞുങ്ങളെ കേട്ടോ. അടുത്തത് പടയൊരുക്കത്തിൽ കാഹളം മുഴങ്ങുന്നു എന്ന് പറയുന്ന ഒരെണ്ണമാണ് കേട്ടോ. പടയൊരുക്കത്തിൽ കാഹളം മുഴങ്ങുന്നു. ഒട്ടും മറന്നില്ല ഞങ്ങൾ ഇന്നും നെടും കോട്ടയം നാട്ടിലെ കേസരി വീരനെ ഹൃത്തിലെത്തിച്ചേ നിരീലി സ്വാതന്ത്ര്യ വിത്ത് മുളപ്പിച്ച കർഷക വീരനെ സ്വാതന്ത്ര്യലബ്ധിതൻ ലഹരിയിൽ പാടെ മറന്നു മലയാളിയെങ്കിലും. പി കുഞ്ഞിരാമൻ നായരെ പുരളിമലയിലെ പൂമരങ്ങൾ എന്ന് പറയുന്നതിനകത്തിലെ വരികളാട്ടോ. ഒന്നും കാണാതെ പഠിക്കാനൊന്നുമില്ല, ഒരു ഇത് കൊടുത്തതേ ഉള്ളൂ കേട്ടോ. അപ്പം കേരളത്തിലെ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയ കേരളവർമ്മ പഴശ്ശിരാജയെക്കുറിച്ചാണ് മുകളിൽ പ്രതിപാദിച്ചിരിക്കുന്നത്. ഇവിടെ ആരെക്കുറിച്ചാണ് ഈ പറഞ്ഞിരിക്കുന്നത് കേട്ടോ? കേരളത്തിൽ നമ്മുടെ പഴശ്ശിരാജയെക്കുറിച്ചാണ്. കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയ കേരളവർമ്മ പഴശ്ശിരാജയെക്കുറിച്ചാണ് മുകളിൽ പ്രതിപാദിച്ചിരിക്കുന്നത്. വടക്കേ മലബാറിലെ നീ ആരാ കുഞ്ഞുങ്ങളെ ഈ പഴശ്ശിരാജ എന്ന് പറയുന്നത്? വടക്കേ മലബാറിലെ കോട്ടയം രാജ കുടുംബാംഗമായിരുന്ന, നോക്കണേ വടക്കേ എവിടത്തെയാന്നൊക്കെ ഒന്ന് നോക്കണേ. വടക്കേ മലബാറിലെ ഇതൊക്കെ വേണേ പഴശ്ശിരാജ ആരാന്ന് ചോദിച്ചാൽ കോട്ടയം രാജകുടുംബാംഗമായിരുന്നു കേരളവർമ്മ പഴശ്ശിരാജ. ആദ്യകാലത്ത് മൈസൂർ ഭരണാധികാരികൾക്കെതിരെ മലബാറിൽ അദ്ദേഹം ബ്രിട്ടീഷുകാരെ സഹായിച്ചിരുന്നു. ഇതിന് പകരമായിട്ട് കോട്ടയം പ്രദേശത്തെ നികുതി പിരിവിനുള്ള അധികാരം നമ്മുടെ പഴശ്ശിക്ക് നൽകാമെന്നും വ്യവസ്ഥയുണ്ടായി. നോക്കണേ കുഞ്ഞുങ്ങളെ, അതൊക്കെ ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കണേ.
ആദ്യകാലത്തെ നമ്മുടെ മൈസൂർ ഭരണാധികാരികൾക്കെതിരെ മലബാറിൽ അദ്ദേഹം ബ്രിട്ടീഷുകാരെ സഹായിച്ചിരുന്നു. ഇതിന് പകരമായിട്ട് നമ്മുടെ കോട്ടയം പ്രദേശത്തെ നികുതി, അത്രയും സ്ഥലത്തെ നികുതി ടാക്സ് ഉണ്ടല്ലോ, അത് പിരിവിനായിട്ടുള്ള അധികാരം നമ്മുടെ പഴശ്ശിക്ക് നൽകാമെന്നുള്ള വ്യവസ്ഥയുണ്ടായി. എന്നാൽ നോക്കണേ, ശ്രീരംഗപട്ടണം ഉടമ്പടി പ്രകാരം മലബാർ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ അധീനതയിലായതോടെ ഈ സ്ഥിതിയൊക്കെ അങ്ങ് മാറി. കോട്ടയത്തെ നികുതി പിരിക്കാനുള്ള അധികാരം ബ്രിട്ടീഷുകാർ അവരോട് വിധേയത്വം പുലർത്തിയിരുന്ന പഴശ്ശിയുടെ അമ്മാവനായ, പഴശ്ശിക്ക് കൊടുക്കാതെ എന്ത് ചെയ്യുന്നറിയോ, അവർ തങ്ങളിൽ അമ്മാവനുമായിട്ട് കമ്പനി ആയപ്പം പഴശ്ശിയുടെ അമ്മാവനായ കുറുമ്പ്ര, ആ പേരൊക്കെ നോക്കണേ, കുറുമ്പ്രനാട് രാജാവ് വീരവർമ്മയെയാണ് ഏൽപ്പിച്ചത്. ഇപ്പം എങ്ങനെ ഇരിക്കുന്നു അല്ലേ, അവിടെ തന്നെ തേച്ചങ്ങനെ അല്ലേ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എല്ലാം അദ്ദേഹത്തിന് കൊടുക്കാമെന്നും പറഞ്ഞ് നമ്മുടെ പഴശ്ശിക്ക് കൊടുക്കാമെന്നും പറഞ്ഞിരുന്നിട്ട് തൽക്കാല സമയമായപ്പോൾ അവരെല്ലാവരും കൂടെ എന്ത് ചെയ്തു, സംസാരിച്ച് അദ്ദേഹത്തെ, പഴശ്ശിയുടെ അമ്മാവനായ കുറുമ്പനാട് രാജാവ് വീരവർമ്മയെയാണ് കൊണ്ട് ഏൽപ്പിച്ചത്. ഈ അവഗണനയ്ക്കെതിരെ പഴശ്ശി വെറുതെ ഇരിക്കുമോ? അദ്ദേഹത്തിനെ ഇത്രയും ചതിച്ചപ്പം ഈ അവഗണനയ്ക്കെതിരെ പ്രതിഷേധിച്ച പഴശ്ശിരാജ പുതിയ ഭരണാധികാരികൾക്ക് നികുതി ഇനി പുതിയതായിട്ട് വന്ന ഭരണാധികാരികളുണ്ട്, അവർക്ക് നികുതി കൊടുക്കേണ്ടതില്ലെന്ന് ജനങ്ങളോട് ആഹ്വാനം ചെയ്തു. ഇതോടെ പഴശ്ശിക്കും ബ്രിട്ടീഷുകാർക്കും ഇടയിൽ സംഘർഷം ഉടലെടുത്തു. ഇത് നമ്മുടെ ബ്രിട്ടീഷുകാർ ചുമ്മാ ഇരിക്കുമോ ഇത് കേൾക്കുമ്പോൾ? അപ്പൊ നോക്കണേ, അതൊന്നും നല്ലപോലെ മനസ്സിലാക്കണേ നിങ്ങൾ. ഈ അവഗണനയ്ക്കെതിരെ എന്ന് വെച്ചാൽ പഴശ്ശിയെ ഏൽപ്പിക്കാമെന്ന് പറഞ്ഞിട്ട് തൽക്കാല സമയം ഒന്നിപ്പോൾ അമ്മാവന് കൊടുത്തു അല്ലേ. അപ്പോൾ ഈ പ്രതിഷേധിച്ച പഴശ്ശിരാജ പുതിയ ഭരണാധികാരികൾക്ക് നികുതി കൊടുക്കേണ്ടതില്ലെന്ന് ജനങ്ങളോട് ആഹ്വാനം ചെയ്തു. ഇതോടെ നമ്മുടെ പഴശ്ശിയും ബ്രിട്ടീഷുകാർക്കും ഇടയിൽ വഴക്കിനുള്ള കാരണമായി അല്ലേ. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരെ പഴശ്ശി കൈക്കൊണ്ട പ്രതിരോധ തന്ത്രങ്ങൾ എന്തൊക്കെയാണെന്നൊന്ന് നോക്കണേ നിങ്ങളെ, അതൊരു ചോദ്യം കേട്ടോ. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരെ പഴശ്ശി കൈക്കൊണ്ട പ്രതിരോധ തന്ത്രങ്ങൾ എന്തൊക്കെയാണ് നോക്കിയോ നിങ്ങളെ. താവളം വയനാട്ടിലേക്ക് അങ്ങ് മാറ്റി, അയാൾ എവിടോട്ട് മാറി, അയാളുടെ താമസം വയനാട്ടിലോട്ട് അങ്ങ് മാറ്റി. തദ്ദേശ ജനവിഭാഗങ്ങളെ കൂടെ ചേർത്തു. എന്നിട്ട് ഒളിപ്പോര് നടത്തി കേട്ടോ. നേരെ ജോലൊന്നും അല്ല, ഒളിപ്പോരാണ് നടത്തിയത്. എന്നിട്ടോ കുറിച്യ നായകൻ തലക്കൽ ചന്തു, ആ പേരൊക്കെ നോക്കണേ നിങ്ങളെ, കുറിച്യ നായകൻ തലക്കൽ ചന്തു, നായർ പടയെ നയിച്ച എടച്ചേന കുങ്കന്, കൈതേരി അമ്പു, കണ്ണവത്ത് ശങ്കരന്, എല്ലാം വെറൈറ്റി പേരുകളല്ലേ. പിന്നെ പള്ളൂർ എമ്മന് എന്നിവർ പഴശ്ശിക്ക് ശക്തമായ സൈനിക പിൻബലം നൽകി. പേരെളുപ്പം പഠിച്ചത് തന്നെ അല്ലേ, എല്ലാം നല്ല വെടിക്കെട്ട് പേരുകളാണ്. എങ്ങനെ പഠിക്കാനാ അല്ലേ, ഒന്ന് ആലോചിച്ച് നോക്കിയേ. അമ്പു കുങ്കൻ, ആ ഷോർട്ട് കട്ട് വെച്ച് പഠിക്കുക അല്ലേ. ചന്തു കുങ്കൻ അമ്പു ശങ്കരൻ അല്ലേ, എല്ലാം കൂടെ ആവുമ്പോഴേ ഈ പെട്ടുപോകുന്നത് അല്ലേ നിങ്ങളെ. നമ്മുടെ പഴശ്ശിയെ ശക്തമായിട്ട് സൈനിക പിൻബലം നടത്തിയ ഒരു 3-4 പേരുടെ പേരാണോ നിങ്ങളെ പഠിച്ചേ ഒക്കത്തുള്ളൂ അല്ലേ. നമ്മൾ കുറിച്യ നായകൻ തലക്കൽ ചന്തു കേട്ടോ, ചന്തുവിനെ തോപ്പിക്കാനാവില്ല മക്കളെ അല്ലേ, ചന്തു. പിന്നോ നായർപടയെ നയിച്ച, ഓരോന്നിനെയും നയിച്ചതാട്ടോ. കുറിച്യ നായകൻ തലക്കൽ ചന്തു, നായർപടയെ നയിച്ച എടച്ചേന കുങ്കന്, കൈതേരി അമ്പു, കണ്ണവത്ത് ശങ്കരന്, പള്ളൂർ എമ്മൻ എന്നിവർ നമ്മുടെ പഴശ്ശിക്ക് ശക്തമായ സൈനിക പിൻബലം നൽകി. എന്നാലോ വനങ്ങളും മലയിടുക്കുകളും നിറഞ്ഞ വയനാട്ടിൽ ജനങ്ങളുടെ പിന്തുണയോടെ പ്രതിരോധം തീർത്ത പഴശ്ശിയെ കീഴടക്കുക എളുപ്പമല്ലെന്ന് ബ്രിട്ടീഷുകാർക്ക് മനസ്സിലായി. ബ്രിട്ടീഷുകാർ മനസ്സിലാക്കി? വനങ്ങളും മലയിടുക്കുകളും നിറഞ്ഞ വയനാട്ടില്, പിന്നെ വയനാട്ടിലായി കേട്ടോ, കോട്ടയത്തുനിന്ന് ഇവിടെ പോയി വയനാടിന് വിട്ടില്ലേ. വയനാട്ടില് വടക്കേമല കോട്ടയം അല്ലായിരുന്നോ? കോട്ടയം രാജകുടുംബം. ഓക്കെ. വയനാട് നിങ്ങളെ വനങ്ങളും മലയിടുക്കുകളും നിറഞ്ഞ ഈ വയനാട്ടില് ജനങ്ങളുടെ പിന്തുണയോടെ പ്രതിരോധം തീർത്ത നമ്മുടെ പഴശ്ശിയെ കീഴടക്കുക എളുപ്പമല്ലെന്ന് ബ്രിട്ടീഷുകാർക്ക് മനസ്സിലായി. അദ്ദേഹത്തിനെതിരെ ബഹുവിധ നടപടികൾ അവർ കൈക്കൊണ്ടു. നോക്കണേ, അവർ തിരിച്ചു കൈക്കൊണ്ടത് ഇത് നോക്കണേ. താവളം ഈ പഴശ്ശിരാജ എന്ത് ചെയ്തു, അവിടെ നിന്ന് അങ്ങ് പോയി അല്ലേ, താവളം മാറ്റി, തദ്ദേശ ഇതൊക്കെ മാറ്റി. അപ്പൊ തിരിച്ച് അവർ നോക്കിക്കേ, തന്ത്രപ്രധാന സ്ഥലങ്ങളിൽ സൈനിക താവളങ്ങൾ ഒരുക്കി. എന്നിട്ട് പുതിയ റോഡുകൾ അവർ നിർമ്മിച്ചു. വയനാട്ടിലേക്ക് അരി എത്തിക്കുന്നതൊക്കെ തടഞ്ഞു കേട്ടോ. കലാപത്തിൽ പങ്കെടുക്കുന്നവരെ പിടിച്ചു കൊടുക്കുന്നവർക്ക് പാരിതോഷികവും അവർ പ്രഖ്യാപിച്ചു.
കലാപത്തിൽ ആരൊക്കെ പങ്കെടുക്കുന്നോ അവരെ പിടിച്ചുകൊണ്ട് കൊടുക്കുന്നവർക്ക് നല്ല പാരിതോഷികമൊക്കെ കൊടുക്കാമെന്ന് പ്രഖ്യാപിച്ചു കേട്ടോ. ആ വലത്തെ ബോക്സിൽ നീല ബോക്സ് ഉണ്ടാവും നിങ്ങളെ. ശ്രീരംഗപട്ടണ ഉടമ്പടി. മൂന്നാം ആംഗ്ലോ മൈസൂർ യുദ്ധത്തിൽ മൈസൂർ പരാജയപ്പെടുത്തിയതിനെ തുടർന്ന് 1792 മാർച്ച് 18 മൈസൂർ ഭരണാധികാരിയായ ടിപ്പു സുൽത്താനും ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ തമ്മിൽ ഒപ്പുവെച്ച ഉടമ്പടിയാണ് ഈ ശ്രീരംഗപട്ടണ ഉടമ്പടി. അത് നമ്മൾ നേരത്തെ അത് പഠിച്ചായിരുന്നു അല്ലേ, കഴിഞ്ഞ ചാപ്റ്ററിൽ. ഈ ഉടമ്പടി പ്രകാരം ടിപ്പുവിന്റെ അധീനതയിലായിരുന്ന മലബാർ, കൂർഗ് എന്നീ പ്രദേശങ്ങൾ ബ്രിട്ടീഷുകാർക്ക് ലഭിച്ചു. ഈ ബ്രിട്ടീഷുകാർ നമ്മളിവിടെ വന്നിട്ട് എന്താ ഓരോന്ന് പിടിച്ചെടുത്തിക്കൊണ്ടിരിക്കുക. ശ്രീരംഗപട്ടണം ഉടമ്പടി നടന്നപ്പോഴാണ് ഏതൊക്കെ പിടിച്ചെടുത്തത്? ടിപ്പുവിന്റെ അധീനതയിലായിരുന്ന മലബാറും കൂർഗും ഒക്കെ അവര് പിടിച്ചെടുത്തത് കേട്ടോ. പിന്നെ പഴശ്ശിക്കും സംഘത്തിനും ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി വിലയിട്ടതൊന്ന് നോക്കാൻ. പിടിച്ചു കൊടുത്താൽ മുഴുവൻ പകോടയും കിട്ടും, വിവരം നൽകിയാൽ പകുതിയും കിട്ടുമെന്നാണ് പറഞ്ഞത് കേട്ടോ. അതൊക്കെ കേരളവർമ്മ പഴശ്ശിരാജയ്ക്ക് 3000, വീരവർമ്മ രാജാവിന് 1000, രവിവർമ്മ രാജാവിന് 1000, പള്ളൂർ എമ്മന് 1000, പള്ളൂർ രേരപ്പൻ അല്ലേ 300, എടച്ചേന കുങ്കന് 1000 കേട്ടോ. നോക്കണേ കുഞ്ഞുങ്ങളെ ഓരോരുത്തരുടെയും. അത് ഈ പഗോഡ എന്നത് അന്നത്തെ ഒരു വിനിമയ നാണയമാണ് കേട്ടോ. ഇന്നത്തെ നമ്മൾ റുപ്പീസിന്റെ കാര്യം പറഞ്ഞാൽ അന്നത്തെ കൊടുക്കുന്ന ഒരു നാണയത്തിന്റെ പേരാണ് ഈ പഗോഡ എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ എങ്ങനെ ഇരിക്കുന്നു അന്നേ. അപ്പൊ ഇതൊക്കെ അല്ലേ കമ്പനി ഭരണത്തിന് പ്രതിസന്ധി ഉണ്ടാക്കിയ പഴശ്ശിയെ നേരിടാൻ പ്രഗത്ഭരായ സൈന്യാധിപരെ നിയോഗിച്ചെങ്കിലും ഫലമൊന്നും ഉണ്ടായില്ല അല്ലേ. തലശ്ശേരിയിലെ സബ് കളക്ടറായി വന്ന തലശ്ശേരിയിലെ സബ് കളക്ടറുടെ പേരെന്താ കുഞ്ഞുങ്ങളെ? തോമസ് ഹാർവേ ബാബർ പഴശ്ശിയുടെ ശക്തിയായിരുന്ന സേനാനായകനെ വധിച്ചും താവളങ്ങൾ കണ്ടെത്തിയും പഴശ്ശിയെ കൂടുതൽ പ്രതിരോധത്തിലാക്കി. നോക്കണേ, തലശ്ശേരിയിലെ സബ് കളക്ടറായി വന്ന തോമസ് ഹാർവേ ബാബർ പഴശ്ശിയുടെ ശക്തിയായിരുന്ന സേനാനായകനെ അങ്ങ് വധിച്ചു. എന്നിട്ട് ആ താവളങ്ങളൊക്കെ കണ്ടെത്തി പഴശ്ശിയെ കൂടുതൽ പ്രതിരോധത്തിലോട്ട് അങ്ങ് മാറ്റി. 1805 നവംബർ 3 വയനാട്ടിലെ മാവിലാംതോട് എന്ന സ്ഥലത്ത് വെച്ച് കമ്പനി സൈന്യത്തോടുള്ള ഏറ്റുമുട്ടലിൽ അദ്ദേഹം വീരമൃത്യു മരിക്കുകയും ചെയ്തു എന്നാണ് പറയുന്നത്. നോക്കണേ, അദ്ദേഹം മരിച്ചത് 1805 കേട്ടോ, നവംബർ 30 വയനാട്ടിലെ മാവിലാംതോട് എന്ന സ്ഥലത്ത് വെച്ച് കമ്പനി സൈന്യത്തോടു കൂടിയുള്ള ഏറ്റുമുട്ടലിൽ അദ്ദേഹം വീരമൃത്യു മരിച്ചു എന്നാണ് പറയുന്നത്. അതവിടെ ഒരു പടം കൊടുത്തിട്ടുണ്ട് കേട്ടോ. അദ്ദേഹത്തിന്റെ ഒരു പടം അവിടെ പഴശ്ശിയുടെ മാവിലാംതോടുള്ള പ്രതിമയുടെ പടം കണ്ടോ നിങ്ങളുടെ ടെസ്റ്റിൽ കിടപ്പുണ്ട് കേട്ടോ. പിന്നെയോ നിങ്ങളെ നോക്കിക്കേ, അയാൾ കാണാൻ പറ്റുന്നുണ്ടല്ലോ, അയാള് ഒരു കലാപക്കാരി. നോക്കണേ, അയാൾ ഒരു കലാപക്കാരിയാണെങ്കിലും ഈ രാജ്യത്തെ പ്രകൃത്യാ നിലവിലുള്ള നാടുവാഴികളിൽ ഒരാളെന്ന നിലയിൽ നിലംപതിച്ച ശത്രുവിനോട് കാണിക്കാറുള്ളതിൽ നിന്നും വ്യത്യസ്തമായി അയാളെ പരിഗണിക്കേണ്ടതുണ്ടെന്നും എനിക്ക് തോന്നി. പഴശ്ശിയുടെ ശരീരം ഔദ്യോഗിക ബഹുമതികളോടെ മാനന്തവാടിയിൽ സംസ്കരിച്ചതിനെക്കുറിച്ച് മലബാർ പ്രിൻസിപ്പൽ കളക്ടർ തോമസ് വാർഡന് ബാബർ എഴുതിയ കത്തിന്റെ ഒരു ഭാഗമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഇവിടെ അയാൾ ഒരു കലാപകാരിയാണെങ്കിലും ഈ രാജ്യത്തെ പ്രകൃത്യാ നിലവിലുള്ള നാടുവാഴികളിൽ ഒരാളെന്ന നിലയിൽ നിലം പതിച്ച ശത്രുവിനോട് കാണിക്കാറുള്ളതിൽ നിന്നും വ്യത്യസ്തമായി അയാളെ പരിഗണിക്കേണ്ട ഒരു കാര്യവുമില്ലെന്നാണ് എനിക്ക് തോന്നിയെന്ന് ആര് പറഞ്ഞു? നമ്മുടെ കളക്ടർ പറയുന്നതായിട്ടാണ് കേട്ടോ, തോമസ്. ഇനി വിളംബര ഘോഷം മുഴക്കിയ അടുത്തതാണ് നമ്മൾ ദളവയെക്കുറിച്ച്. വേലുത്തമ്പി ദളവ. ഇപ്പം ഇതുവരെ പറഞ്ഞ പഴശ്ശിയെക്കുറിച്ചാണ് കുഞ്ഞുങ്ങളെ കേട്ടോ. പഴശ്ശിരാജയെക്കുറിച്ച് ചോദിക്കുമ്പോൾ വടക്കേ മലബാർ തൊട്ടിട്ട് ഇതൊന്ന് വായിച്ച് മനസ്സിലാക്കുക എന്നുള്ളതാണ്. അദ്ദേഹത്തിന് ഈ ടാക്സ് നികുതി പിരിക്കാൻ കൊടുത്തപ്പം ഈ ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന് എന്ത് ചെയ്തു, അദ്ദേഹത്തിൻ്റെ അമ്മാവന് കൊടുത്തതായിട്ടും കുറുമ്പനാട് രാജാവായിരുന്നു അദ്ദേഹത്തിൻ്റെ അമ്മാവനെന്നും. അത് കഴിഞ്ഞ് കുറേ ഈ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരെ പഴശ്ശി കുറേ തന്ത്രങ്ങൾ കൊണ്ടുവന്നതാണ് ഈ 3 അത് കഴിഞ്ഞിട്ട് ബ്രിട്ടീഷുകാർക്ക് മനസ്സിലായി അദ്ദേഹത്തിനെതിരെ ബഹുവിധ നടപടികൾ കൊണ്ടുവന്നതാണ് ഈ 4. അവരെത്രയൊക്കെ രൂപയായിരുന്നു ഇവർക്ക് റേറ്റ് പറഞ്ഞത് കണ്ടോ. പിന്നെ തലശ്ശേരി സബ് കളക്ടറായി വന്ന തോമസ് ഹാർവേ ബാബർ പഴശ്ശിയെ ശക്തമായ സേനാധികളെയൊക്കെ വധിച്ചിട്ട് 1805 നവംബർ 30 വയനാട്ടിലെ മാവിലാംതോട് എന്ന സ്ഥലത്ത് വെച്ച് കമ്പനി സൈന്യത്തോടുള്ള ഏറ്റുമുട്ടലിൽ അദ്ദേഹത്തിനെ വധിക്കുകയും ചെയ്തു എന്നതാണ് നമ്മുടെ പഴശ്ശിരാജയെക്കുറിച്ച് പറയുന്നത്. എന്നാൽ അതുപോലെ തന്നെ ഒരു പ്രഗത്ഭനായ വ്യക്തിയാവും നിങ്ങളെ ആരാ
നമ്മുടെ വേലുത്തമ്പി ദളവ. 18ാം നൂറ്റാണ്ടിൽ ആറ്റിങ്ങലിൽ നടന്ന ബ്രിട്ടീഷ് വിരുദ്ധ സമരവും കുളച്ചൽ തുറമുഖത്ത് വെച്ച് ഡച്ചുകാർ പരാജയപ്പെടുന്നതും മുൻ പാഠഭാഗത്ത് നാം ചർച്ച ചെയ്തിട്ടുണ്ടല്ലോ. തിരുവിതാംകൂർ ചരിത്രത്തിലെ നിർണായകമായ ഈ 2 സംഭവങ്ങൾക്ക് ശേഷം ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന മറ്റൊരു ചെറുത്തുനിൽപ്പ് നമുക്ക് പരിചയപ്പെടാം. അതായത് ഇവിടെ മുതൽ പഠിച്ചാൽ തിരുവിതാംകൂർ ഭരിച്ചിരുന്ന ബാലരാമവർമ്മ മഹാരാജാവിൻ്റെ ദളവ അഥവാ പ്രധാനമന്ത്രിയായിരുന്നു നമ്മുടെ വേലുത്തമ്പി കേട്ടോ. 1805 ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും തിരുവിതാംകൂർ രാജാവും തമ്മിൽ ഒപ്പിട്ട ഒരു കരാറിലൂടെ തിരുവിതാംകൂറിന്റെ രാഷ്ട്രീയ സ്വാതന്ത്ര്യം ഇല്ലാതാവുകയും ഭരണം ബ്രിട്ടീഷ് റെസിഡന്റായ മെക്കാളെ കേട്ടോ പേര് നോക്കണമെങ്കിൽ ബ്രിട്ടീഷ് റെസിഡന്റായ മെക്കാളയുടെ നിയന്ത്രണത്തിലാവുകയും ചെയ്തു. അത് നോക്കണേ കേട്ടോ. അതായത് 1805 ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും തിരുവിതാംകൂർ രാജാവും തമ്മിൽ ഒപ്പിട്ട ഒരു കരാറിലൂടെ തിരുവിതാംകൂറിന്റെ രാഷ്ട്രീയ സ്വാതന്ത്ര്യം ഇല്ലാതാവുകയും ഭരണം ബ്രിട്ടീഷ് റെസിഡന്റായ മെക്കാളയുടെ നിയന്ത്രണത്തിലാവുകയും ചെയ്തു. ഇതോടൊപ്പം നമ്മുടെ ദളവയായിരുന്ന വേലുത്തമ്പിയുടെ ഉത്തരവുകൾ മെക്കാളെ റദ്ദാക്കിയതും കമ്പനിക്ക് നൽകാനുള്ള നികുതി കുടിശ്ശിക ഉടൻ അടച്ചു തീർക്കാൻ നിർബന്ധം പിടിച്ചതും വേലുത്തമ്പിയും ബ്രിട്ടീഷുകാരും ായുള്ള സംഘർഷത്തിന് ഇടയായി. കൊച്ചിയിലെ പ്രധാനമന്ത്രിയുടെ പേരൊക്കെ നോക്കണേ നിങ്ങളെ. പാലിയത്തച്ഛനും മെക്കാളയിൽ നിന്നും സമാനമായ അനുഭവം നേടിയിരുന്നു. അതുപോലെ തന്നെ ഈ മെക്കാളയിൽ നിന്ന് ഇതുപോലെയൊക്കെയുള്ള അനുഭവങ്ങൾ നേടിയ ഒരു വ്യക്തിയാണ് നമ്മുടെ പാലിയത്തച്ഛന്. ഈ വേലുത്തമ്പി പാലിയത്തച്ഛനുമായിട്ട് രഹസ്യധാരണയിൽ ഏർപ്പെടുകയും തിരുവിതാംകൂറിന്റെയും കൊച്ചിയുടെയും സംയുക്ത സൈന്യം കൊച്ചിയിലെ മെക്കാളയുടെ ക്യാമ്പ് ആക്രമിക്കുകയും ചെയ്തു. എന്നാൽ ഈ ആക്രമണത്തിൽ നിന്നും മെക്കാളെ രക്ഷപ്പെടുകയാണ് ഉണ്ടായത്. 1809 ജനുവരി 11 തിരുവിതാംകൂറിലെ കുണ്ടറയിൽ വെച്ച് ഒരു വിളംബരത്തിലൂടെ ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ സായുധ സമരത്തിനൊരുങ്ങാൻ വേലുത്തമ്പി നമ്മുടെ ജനങ്ങളോട് ആഹ്വാനം ചെയ്തു. ഈ വിളംബരത്തിനെ കുണ്ടറ വിളംബരം എന്നാ നോക്കണേ നിങ്ങളെ. 1809 ജനുവരി 11 കേട്ടോ. തിരുവിതാംകൂറിലെ കുണ്ടറയിൽ വെച്ച് ഒരു വിളംബരത്തിലൂടെ ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ സായുധ സമരത്തിനൊരുങ്ങാൻ വേലുത്തമ്പി ജനങ്ങളോട് ആഹ്വാനം ചെയ്തു. ഈ വിളംബരത്തിനെ നമ്മൾ എന്താണ് കുണ്ടറ പ്രൊക്ലമേഷൻ അല്ലെ, കുണ്ടറ വിളംബരം എന്ന് അറിയപ്പെടുന്നു. തിരുവിതാംകൂർ രാജാവിന് ദളവയുടെ ഇത്തരം നീക്കങ്ങൾ ഇഷ്ടമായിരുന്നില്ലെങ്കിലും നമ്മുടെ നാട്ടുകാരെ തൻ്റെ കൂടെ നിർത്തിക്കൊണ്ട് വേലുത്തമ്പി ബ്രിട്ടീഷുകാരോട് പോരാട്ടം തുടങ്ങി. കമ്പനി സൈന്യത്തോട് പരാജയപ്പെടുകയും സഹചാരിയായ നമ്മുടെ പാലിയത്തച്ഛൻ സഖ്യത്തിൽ നിന്ന് പിന്മാറുകയും ചെയ്ത ദളവയ്ക്ക് ഒരു തിരിച്ചടിയായി. അദ്ദേഹത്തെ ദളവാ പദവിയിൽ നിന്നും രാജാവ് നീക്കവും ചെയ്തു. തിരുവിതാംകൂറിന്റെയും കമ്പനിയുടെയും സംയുക്ത സൈന്യം വേലുത്തമ്പി അഭയം തേടിയ മണ്ണടിയിലെ ഭവനം വളഞ്ഞപ്പോൾ വിദേശ ശക്തികൾക്ക് പിടികൊടുക്കാതെ അദ്ദേഹം മരണം വരിക്കുകയാണ് ചെയ്തത് കേട്ടോ. അത് നോക്കണേ കുഞ്ഞുങ്ങളെ. അദ്ദേഹം എങ്ങനെയാ മരിച്ചത്? തിരുവിതാംകൂർ രാജാവിന് ദളവയുടെ ഇത്തരം നീക്കങ്ങൾ ഇഷ്ടമായിരുന്നില്ലെങ്കിലും നാട്ടുകാരെ തൻ്റെ കൂടെ നിർത്തിക്കൊണ്ട് ഈ വേലുത്തമ്പി ബ്രിട്ടീഷുകാരോട് പോരാട്ടം തുടങ്ങി. ഈ കമ്പനി സൈന്യത്തോട് പരാജയപ്പെടുകയും സഹചാരിയായത് നമ്മുടെ പാലിയത്തച്ഛനും വേലുത്തമ്പിയും കൂടെ തെറ്റി കേട്ടോ. അപ്പൊ എന്ത് ചെയ്തു? അതിൽ നിന്ന് ഈ ദളവയ്ക്ക് അതൊരു തിരിച്ചടിയായി. അദ്ദേഹത്തെ ദളവാ പദവിയിൽ നിന്നും രാജാവ് അങ്ങ് നീക്കവും ചെയ്തു. അപ്പം തിരുവിതാംകൂറിന്റെയും കമ്പനിയുടെയും സംയുക്ത സൈന്യം ഈ വേലുത്തമ്പി അഭയം തേടിയ എവിടാന്നറിയോ? മണ്ണടി, ഞങ്ങളുടെ അടുത്താണ് നിങ്ങൾ കേട്ടോ. മണ്ണടിയിലെ ഭവനം വളഞ്ഞപ്പോൾ വിദേശ ശക്തിക്ക് പിടികൊടുക്കാതെ അദ്ദേഹം മരണം വരിക്കുകയാണ് ചെയ്തത് കേട്ടോ. കുണ്ടറ വിളംബരം എന്താണെന്ന് ലെഫ്റ്റിൽ കൊടുപ്പുണ്ട്. തിരുവിതാംകൂറിനെ സംരക്ഷിക്കുന്നു എന്ന് അവകാശപ്പെടുന്ന ബ്രിട്ടീഷുകാർ നാടിനെ കൊള്ളയടിക്കുകയാണെന്നും ഇവർ തുടർന്നാൽ നാട് നശിക്കുമെന്നും ഇവർക്കെതിരെ രാജഭക്തരും ദേശസ്നേഹികളും ആയുധമെടുത്ത് പോരാട്ടത്തിന് തയ്യാറാകണം എന്നുമാണ് ഈ വിളംബരത്തിലൂടെ തിരുവിതാംകൂറിലെ ദളവയായ വേലുത്തമ്പി ആഹ്വാനം ചെയ്തത്. കൊച്ചിയും പാലിയത്തച്ഛനും തങ്ങളിൽ നോക്കൂ കുഞ്ഞുങ്ങളെ. അവിടെ ഒരു കൊച്ചിയും നമ്മുടെ പാലിയത്തച്ഛനുമായിട്ട് വേലുത്തമ്പിക്ക് ആദ്യമേ നല്ല ബന്ധം ഉണ്ടായിരുന്നു അല്ലേ. അവർ തങ്ങളിലൂടെ ഒരു ഇതായ ശേഷം പിന്നെ അവർ രണ്ടുകൂടെ തെറ്റി അല്ലേ. അങ്ങനെ ഈ ബ്രിട്ടീഷുകാരെന്ത് ചെയ്തു? നമ്മുടെ ദളവയെ അതിൽ നിന്നും ദളവാ പദവിയിൽ നിന്നൊക്കെ ഒഴിവാക്കി
അത് നമ്മുടെ ദളവയ്ക്കൊരു തിരിച്ചടി, അങ്ങനെയൊക്കെ നമ്മൾ ഇതുവരെ വായിച്ചത്. കൊച്ചിയും പാലിയത്തച്ഛനും നോക്കി കഴിഞ്ഞില്ലേ, കൊച്ചിയിലെ പ്രധാനമന്ത്രിയായിരുന്ന പാലിയത്തച്ഛൻ തിരുവിതാംകൂറുമായി രൂപീകരിച്ച സഖ്യത്തെക്കുറിച്ച് നാം ചർച്ച ചെയ്തു. എന്തൊക്കെ സാഹചര്യങ്ങളായിരുന്നു അദ്ദേഹം ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടാൻ പ്രേരിപ്പിച്ചതെന്ന് നമുക്ക് പരിശോധിക്കാം. അതിന്റെ ആൻസർ നോക്കുന്നില്ല. ബ്രിട്ടീഷ് റെസിഡന്റായ മെക്കാളെ കൊച്ചിയുടെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടുന്നത് ഈ പാലിയത്തച്ഛൻ എതിർത്തിരുന്നു. ഇയാളതിന് ഈ ആവശ്യമില്ലാത്ത കാര്യത്തിലൊക്കെ ഇടപെടുന്നതെന്ന് ചോദിച്ച് അവർ തങ്ങളിൽ എതിർത്തിരുന്നു. അതോടൊപ്പം നമ്മുടെ പാലിയത്തച്ഛന്റെ ശത്രുവിന് മെക്കാളെ അഭയം നൽകിയതും പ്രശ്നം രൂക്ഷമായി. തുടർന്നാണ് നമ്മുടെ തിരുവിതാംകൂറിലെ ദളവയായ വേലുത്തമ്പിയുമായിട്ട് ചേർന്ന് ഈ പാലിയത്തച്ഛൻ ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള പോരാട്ടം ആരംഭിച്ചത്. നമ്മളിപ്പോൾ അതിനെക്കുറിച്ചല്ലേ പറഞ്ഞത്. ബ്രിട്ടീഷുകാരോട് ശക്തമായി ചെറുത്തു നിന്നെങ്കിലും ഒടുവിൽ അദ്ദേഹത്തെ ബ്രിട്ടീഷുകാർ മദിരാശിയിലേക്ക് നാട് കടത്തി. നമ്മുടെ പാലിയത്തച്ഛനെ കേട്ടോ. പാലിയത്തച്ഛനെ കുറിച്ച് ചോദിച്ചാൽ കൊച്ചി രാജ്യത്തെ പാലിയം എന്ന നായർ തറവാട്ടിലെ കാരണവന്മാരെയാണ് പാലിയത്തച്ഛൻ എന്ന് വിളിച്ചിരുന്നത്. ഇവിടെ പടം കൊടുത്തിട്ടുണ്ട് കേട്ടോ. കൊച്ചി രാജ്യത്തെ പാലിയം എന്ന നായർ തറവാട്ടിലെ കാരണവന്മാരെയാണ് കുഞ്ഞുങ്ങളെ ഈ പാലിയത്തച്ഛൻ എന്ന് വിളിച്ചിരുന്നത് അല്ലേ. ഈ പാലിയത്തച്ഛന്മാർ കൊച്ചി രാജ്യത്തിലെ മന്ത്രി മുഖ്യൻ അഥവാ പ്രധാനമന്ത്രി എന്ന സ്ഥാനം വരെ വഹിച്ചു പോകുന്നു എന്നതാണ് കേട്ടോ. ഇതിവിടെ വായിക്കാം. അടുത്തത് കുറിച്യർ കലാപം പ്രതിരോധത്തിന്റെ വീരഗാഥ. പരമ്പരാഗത ആയുധങ്ങളുമായിട്ട് ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടുന്ന ഗോത്ര ജനതയാണ് ചിത്രം 8.6 ചിത്രീകരിച്ചിരിക്കുന്നത്. ഇവിടെ കണ്ടോ, ഉണ്ട് പാവം പിടിച്ചതിൻ്റെ അമ്പും ബില്ലും ഒക്കെ ഉള്ളൂ. പക്ഷേ ഇവരുടെ കയ്യിലോ ടിഷ്യൂ ഇല്ലേ, നല്ല തോക്കൊക്കെ ഇരിപ്പുണ്ട് ഇല്ലേ. ഇവരുടെ മുന്നിൽ ഇതൊക്കെ എന്ത് ഇല്ലേ. ഓക്കെ, അപ്പം നോക്കുഞ്ഞില്ലേ, വയനാട്ടിലെ ഗോത്ര വിഭാഗങ്ങളാണ് കുറിച്യരും. നോക്കട്ടെ, വയനാട്ടിലെ ഗോത്ര വിഭാഗങ്ങളാണ് കുറിച്യരും കുറുമ്പ്ര കേട്ടോ, കുറുമ്പ്രരും. കലാപത്തിൽ പഴശ്ശിയെ സഹായിച്ചിരുന്ന ഇവരെ പിന്നീട് ബ്രിട്ടീഷുകാർ ശത്രുക്കളായിട്ടാണ് കണ്ടത്. എന്തൊക്കെ നടപടികളാണ് ഈ കുറിച്യരോടും കുറുമ്പരോടും ബ്രിട്ടീഷുകാർ സ്വീകരിച്ചതെന്നൊന്ന് നോക്കിയേ. എന്തൊക്കെയായിരുന്നു നിങ്ങൾ, അതൊരു ചോദ്യം കേട്ടോ. ബ്രിട്ടീഷുകാർ കുറിച്യരോടും കുറുമ്പരോടും എന്തൊക്കെയാണ് കാണിച്ചത്? ഗോത്ര ജനതയുടെ തുണ്ടുഭൂമികളെല്ലാം, ഈ പാവം പിടിച്ച ഇവരുടെ എല്ലാ ഭൂമിയെല്ലാം ഇവന്മാർ വന്ന് പിടിച്ചെടുത്തുകൊണ്ട് പോയി. പരമ്പരാഗത കൃഷി രീതികൾ തുടരാൻ അവരെ കൃഷി ചെയ്തുകൊണ്ടിരുന്ന വസ്തുക്കളും എല്ലാം പിടിച്ചെടുത്ത് പിന്നെ അവരെ കൃഷി ചെയ്യാൻ ഇവർ അനുവദിച്ചിരുന്നില്ല. പിന്നെ നികുതിയായ സാധനങ്ങൾക്ക് പകരം പണമാണ് അവർ ആവശ്യപ്പെട്ടത്. പാവങ്ങൾ ഇവിടെ ചെന്ന് എടുത്തുകൊണ്ട് വരാനല്ലേ. 1812 ഈ കുറിച്യർ കലാപം ആരംഭിച്ചത്. ഡേറ്റ് ഒക്കെ നല്ലതുപോലെ അറിയണം കേട്ടോ. കുറിച്യർ കലാപം ഇതൊരു വലിയ പാഠമാവും നിങ്ങൾ കേട്ടോ, ഒരു ഭയങ്കര പാഠമായത്, ഒറ്റ ഇതിലൊന്നും തീരത്തില്ല. വയനാട്ടിലേക്കുള്ള പാതയുടെ നിയന്ത്രണം കൈക്കലാക്കിയും പ്രാദേശിക സഹായങ്ങൾ നേടിയെടുത്തും ബ്രിട്ടീഷുകാർക്കെതിരെ ഗോത്ര ജനത പോരാടി. ഈ പാവം പിടിച്ച ഗോത്രവർഗ്ഗക്കാരെല്ലാം കൂടെ ഇവന്മാരുമായിട്ട് അടിയാം, വല്ലതും നടക്കുമോ എവിടെ. രാമനമ്പി അഥവാ രാമമൂപ്പൻ ആയിരുന്നു ഇവരുടെ നേതാവ്. ഗോത്രവർഗ്ഗക്കാർക്കൊക്കെ ഒരു നേതാവ് കാണുമല്ലോ, അപ്പൊ അയാളുടെ പേരെന്താ? രാമനമ്പി. അപ്പം സുൽത്താൻ ബത്തേരിയിലും മാനന്തവാടിയിലും ഉണ്ടായിരുന്ന ബ്രിട്ടീഷ് സൈന്യത്തെ അവർ നേരിട്ട് ആക്രമിച്ചു. എന്നാൽ കൂടുതൽ പട്ടാളക്കാരെ മറ്റു സ്ഥലങ്ങളിൽ നിന്ന് എത്തിച്ച് ഈ കുറിച്യർ കലാപം ബ്രിട്ടീഷുകാരെ അടിച്ചമർത്തി. കുറിച്യരുമായിട്ടുള്ള കലാപം ബ്രിട്ടീഷുകാരെ അടിച്ചമർത്തി കേട്ടോ. കർഷക ഓക്കെ, അതുകൂടെ അങ്ങ് വായിക്കാം അല്ലേ. കർഷക സംതൃപ്തിയും കലാപത്തിലേക്ക് എത്തുന്നു. 1836 മുതൽ 1853 വരെയുള്ള 18 വർഷങ്ങൾക്കിടയിൽ മലബാറിൽ 22ഓളം ശക്തമായ കലാപങ്ങൾ നടന്നിരുന്നു. 19-ാം നൂറ്റാണ്ടിൽ കലാപങ്ങളുടെ ഒരു പരമ്പര തന്നെ മലബാറിന്റെ വിവിധ ഭാഗങ്ങളിൽ ഉണ്ടായി. ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ നികുതി നയങ്ങളും ജന്മിമാരുടെ ചൂഷണവും കുടിയൊഴിപ്പിക്കലുമാണ് കലാപങ്ങൾക്ക് കാരണമായതെന്ന് മലബാർ ഡിസ്ട്രിക്ട് കളക്ടറായിരുന്ന വില്യം ലോഗൻ തൻ്റെ അന്വേഷണ റിപ്പോർട്ടിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ചൂഷകരായ ജന്മിമാർക്കും ബ്രിട്ടീഷ് സർക്കാരിനുമെതിരെ കർഷകരുടെ പ്രതിഷേധവും അക്രമവും ഉണ്ടായി. ഇതിൽ പങ്കെടുത്തവരിൽ ഭൂരിഭാഗവും തെക്കേ മലബാറിലെ മാപ്പിള കർഷകരായതുകൊണ്ട് ബ്രിട്ടീഷ് അധികാരികളും സാമ്രാജ്യത്വ ചരിത്രകരും ഈ കലാപത്തെ മാപ്പിള ലഹളകൾ എന്നാണ് വിശേഷിപ്പിച്ചിരുന്നത് കേട്ടോ. അതിൻ്റെ ഇവിടെ ഇങ്ങനെ ക്വസ്റ്റ്യൻ ആൻസർ ആയിട്ടുണ്ട്. അത് നമുക്ക് അടുത്ത പാർട്ട് 2-ൽ നമുക്ക് ഈ വായിച്ച അത്രേൻ്റെയും ക്വസ്റ്റ്യൻ ആൻസർ എഴുതാം കുഞ്ഞുങ്ങളെ കേട്ടോ. ഇത്രയും ഓക്കെ ആണെങ്കിൽ കമൻറ്റ് പറ. വായിച്ചതൊക്കെ മനസ്സിലാവുന്നുണ്ടോ? അതിൻ്റെ എല്ലാം പടം അതിൻ്റെ എല്ലാം വലത്തും ഇടത്തും ഒക്കെ കിടപ്പുണ്ട് കേട്ടോ. ഞാൻ ഈ വായിക്കുമ്പോൾ അതും കൂടി ഒന്ന് നോക്കണേ. അപ്പോൾ നമുക്ക് പാർട്ട് 2-ൽ ക്വസ്റ്റ്യൻ ആൻസർ എഴുതാം കുഞ്ഞുങ്ങളെ കേട്ടോ. മനസ്സിലാക്കി കമൻറ്റ് പറയണേ. ഓക്കെ, താങ്ക് യു.